ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഹോസ്പിറ്റലിലെ ശാരികയുടെ കണ്ടീഷൻ സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ട് ശാലിനി ശിവനെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ആ സമയത്ത് സത്യമോളും പപ്പിമോളും ശാലിനി പോകുന്ന കാണുന്നുണ്ട്. അമ്മേ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും, സത്യാമ്മയോട് പറ വാതിലൊന്ന് തുറക്കാൻ, അമ്മയെ എളുപ്പം വരണേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കറിയാം. മക്കൾ വിഷമിക്കാതെ, അമ്മ എളുപ്പം വരും, നിങ്ങളെ വന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. പൊന്നിയാൻറ്റി, ഞങ്ങളുടെ അമ്മ എങ്ങോട്ടാ പോയത്? അത് ഹോസ്പിറ്റലിൽ ശാരി ആൻറ്റിയെ കാണാൻ പോയതാ. എളുപ്പം വരുമോ അമ്മ? വരും മോളെ. പപ്പി, അമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം പോകണം കേട്ടോ. ഈ സമയം മൂർത്തിയുടെ അച്ഛനും അമ്മയും കൂടെ ശാരികയുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ എന്ന് കരുതി അവിടെ കിടന്ന പഴയ തൊട്ടിലൊക്കെ എടുത്ത് അങ്ങനെ വൃത്തിയാക്കുവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ തൊട്ടിൽ വൃത്തിയാക്കി കുഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊക്കെ കിടക്കാൻ വയ്യാത്ത രീതിക്ക് ആക്കല്ലേ. എന്താ നീ പറയുന്നത്? ഇവിടെ വന്ന് കയറാൻ പോകുന്നത് ഒരു രാജകുമാരിയാ. ഈ വീട്ടിലെ ആ രാജകുമാരിക്ക് വേണ്ടി സപ്രമഞ്ച കട്ടിൽ വരെ ഒരുക്കാൻ ഞാൻ തയ്യാറാ. ഇതെൻ്റെ വകയാണ്. കുഞ്ഞിനെ കിടത്താനുള്ള മെത്ത അതിൽ വെച്ചിട്ട് പറയുക, കാർത്തിയായനി നമുക്ക് ഇത്രയൊക്കെ സന്തോഷമുള്ളപ്പോൾ മൂർത്തിയുടെ അരുണിയുടെയും കാര്യം പറയണോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ കുഞ്ഞിനെ കാണാൻ പോയതിന് ശേഷമാണ് നമ്മുടെ മോനെന്ന് ചിരിച്ചു കണ്ടത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. ഈ കുഞ്ഞിൻ്റെ വരവോടുകൂടി നമ്മുടെ വീട് പഴയതുപോലെ കളിയും ചിരിയും ഒക്കെ ആയി മാറും. നമ്മളെ എന്നും ഇങ്ങനെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ദൈവം ഇടുവോ? ഈ കുഞ്ഞിൻ്റെ വരവോടുകൂടി അതൊക്കെ മാറി ദൈവം നമുക്ക് സന്തോഷം തരും. നീ കുഞ്ഞിന് കൊടുക്കാനുള്ള കുറുക്കും പാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സുന്ദരി മോൾ ഇനി ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് മൂർത്തിയും അരുണിയും കുഞ്ഞുമാണ് ഇറങ്ങി വരുന്നത്. സന്തോഷത്തോടെ അമ്മ പറയുന്നത്, അയ്യോ അവിടെ നിൽക്കി, അങ്ങനെയൊന്നും കയറി വരാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ആരതി തട്ടെടുത്തുകൊണ്ട് വന്നിങ്ങനെ കുഞ്ഞിനെയും അരുണിയൊക്കെ ആരതി ഒഴിയുവാണ്. ആ സമയത്ത് തൻ്റെ ദുർഗയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ദുർഗ അങ്ങോട്ട് വന്നിട്ട് ആരതി തട്ട് ഒരു ഒറ്റ തട്ടിത്തെറിപ്പിച്ചങ്ങ് കളയുവാണ്. അയ്യോ എൻ്റെ മോളേന്നും പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് അരുണ ചാടി അങ്ങ് എഴുന്നേക്കുക. അത് പേടിച്ചിട്ട് മൂർത്തി എഴുന്നേറ്റ്, അരുണെ എന്താ നിലവിളിച്ചത്? അരുണയ്ക്കൊരു ബോധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. അരുണെ, ഞാൻ ചോദിച്ചത് കേട്ടില്ല, നിനക്ക് എന്ത് പറ്റി? അരുണ പെട്ടെന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നു. മൂർത്തി, ഞാനൊരു സ്വപ്നം കണ്ട്. അത് വരട്ടെ, അതും ഇതുമൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ടാ ഈ ദുർസ്വപ്നമൊക്കെ നീ കാണുന്നത്. കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച് കിടക്കണേന്ന് അരുണെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മൂർത്തി, നമ്മൾ മോളെ വീട്ടിൽ കൊണ്ടുവന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അതരുണേ, അതൊരു നല്ല സ്വപ്നമല്ലേ? അതേ മൂർത്തി, ഒരു നല്ല സ്വപ്നമായിരുന്നു. ഞാനും മൂർത്തിയും കൂടെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയും അച്ഛനും എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടെ നിൽക്കുമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്നാ? എന്താരുണേ, സന്തോഷത്തെ കീറി മുറിക്കാനായിട്ട് ആരെങ്കിലും എൻട്രി ആയോ? വരുമല്ലോ ഒരു ദുർഗ. എൻ്റെ മൂർത്തി, ഇത്രയും നല്ല ഒരു അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് ഇങ്ങനൊരു മകള് പറഞ്ഞത്? അവരൊന്ന് ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏത് നേരം കടന്നല കുത്തിയ പോലെ ഇങ്ങനെ വീർത്താണല്ലോ അവർ വെച്ചിരിക്കുന്നത്. സ്നേഹം എന്നൊരു വികാരം അവർക്കില്ല മൂർത്തി. ചേച്ചി ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ തന്നെയാണ് അരുണേ. എപ്പോഴും ഗൗരവത്തിലാണ് മുഖഭാവം. എന്നെ സ്കൂളിൽ കൊണ്ടുവരുന്നതും ഒക്കെ ചേച്ചിയായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും എന്നോടൊന്ന് മിണ്ടുകയോ കളിതമാശയോ പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ആരോടും മിണ്ടാനും പാടില്ല. വീട് വിട്ടാ സ്കൂള് വിട്ടാ വീട്. എൻ്റെ കൂട്ടുകാർക്ക് പോലും ചേച്ചിയെ പേടിയായിരുന്നു. ബോഡി ഗാർഡെന്നും പറഞ്ഞാൽ അവർ ചേച്ചിയെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നത്. മൂർത്തിയുടെ ബാല്യം വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടായിരിക്കും മൂർത്തി ഒരു അൺറൊമാൻറ്റിക്കായിട്ടായി പോയത്. അൺറൊമാൻറ്റിക്കോ? ഈ ഞാനോ? നീ എൻ്റെ കോളേജ് ഓട്ടോഗ്രാഫ് എന്ന് വായിച്ചു നോക്കിക്കേ. ഒത്തിരി പ്രണയങ്ങളുള്ള ഒരു കാമുകനായിരുന്നു ഞാൻ. എന്നിട്ട് മൂർത്തി, നമ്മുടെ ജീവിതത്തിനിടയിൽ ഇതുവരെയും ഞാൻ ആ കാമുകനെ കണ്ടിട്ടില്ലല്ലോ. എങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ മൂർത്തി അരുണെ ഇങ്ങനെ പൊക്കാൻ നോക്കുക. അയ്യോ വേണ്ട മൂർത്തി, ഞാൻ ആ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് എന്തിനാ ദുർഗേച്ചി ഇത്രയധികം എതിർക്കുന്നത്? ചേച്ചിക്ക് താലോലിക്കാനും പുന്നാരിക്കാനും ഒക്കെ ഒരു മോളുള്ളതല്ലേ. എന്നിട്ട് എന്തിനാ നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലങ്ങ് തടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നീ അതൊന്നും കാര്യമാക്കണ്ടായിരുന്നേ. ഞാനതൊന്നും കാര്യമാക്കുന്നില്ലല്ലോ. നമുക്ക് നാളെ നമ്മുടെ മോളെ കൊണ്ടുവരാം. ആരെതിർത്താലും നമ്മൾ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ മോളായിട്ട് ആ കുഞ്ഞ് വളരുകയും ചെയ്യും. എന്താ പോരെ? അവരങ്ങനെ കുഞ്ഞിൻ്റെ വരവിനെ ഓർത്തിങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുവാണ്. ശാലിനി ശാരികയുടെ അടുത്തെത്തി. ശാരിക അബോധാവസ്ഥയിൽ പറയുന്നുണ്ട്, എനിക്കെൻ്റെ പൊന്നുമോളെ ഒന്ന് കാണണം. എന്താ പൊന്നുമോളെ ഈ അമ്മയൊന്ന് കാണാൻ വരാത്തെ? നിനക്കെന്നെ വേണ്ടേ മോളെ? പെട്ടെന്ന് ശാലിനി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സിസ്റ്റർ പറയുന്നുണ്ട്, വിളിക്കണ്ട, മയക്കത്തില്ല. പക്ഷെ മോളുടെ കാര്യമൊക്കെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശാരിക ആ മയക്കത്തിലും കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുവാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയെന്ന് എങ്ങനെ ശാരികയോട് പറയും? ശാരികയുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാനാകാതെ ശാലിനി കരഞ്ഞുകൊണ്ട് പുറത്തോട്ടങ്ങ് ഓടിപ്പോവുക. ഡോക്ടർ ശാലിനിയോട് പറയുന്നുണ്ട്, മോളെക്കുറിച്ചുള്ള ആദ്യ ഇപ്പം ശാരികയുടെ പ്രശ്നം.
മോളെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ശാരികയുടെ പകുതി അസുഖം ഇപ്പോൾ മാറിയാനെ. ശാലിനി ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഡോക്ടറെ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാ കൊണ്ടുപോയെന്നോ എങ്ങോട്ടാ കൊണ്ടുപോയെന്നോ ഒരറിവുമില്ല. നമ്മുടെ പോലീസല്ലേ ശാലിനി, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള അവസ്ഥയിലായത്. എല്ലാവരും അവരവരുടേതായ വഴികളിൽ കൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാ പ്രിയേ? മോളെ കൊണ്ടൊന്ന് കാണിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. അതിപ്പോൾ നടക്കാത്ത സ്ഥിതിക്ക് മരുന്നുകൾ കൊണ്ടുള്ളൊരു ശ്രമം അതായി നടന്നുകൊണ്ടിരിക്കുന്നത്. ശാരികയുടെ ഉള്ളിലെ ആദ്യം വിഷമമൊക്കെ ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ പകുതി അസുഖം മാറിക്കിട്ടും. മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളും നല്ല മുഹൂർത്തങ്ങളും നല്ല കാര്യങ്ങളും കൊണ്ട് മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശാലിനി ഉചിതമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണമെന്ന് മാത്രം. ശിവനും ഇതെല്ലാം അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. രാഘവേട്ടൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സത്യയുടെയും പപ്പിയുടെയും നിർബന്ധമാണ് കേൾക്കുന്നത്. എനിക്ക് പോകണം, എനിക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോകണമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങളെ എങ്ങോട്ടും വിടത്തില്ല ഞാൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണമെന്നല്ലേ പറഞ്ഞു. എന്താ പിള്ളേരെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്കിനി അമ്മ ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾക്കിവിടെ നിൽക്കണ്ട, ഞങ്ങൾക്ക് പോകണം. ഫാമ രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയല്ലോ. ഇത് എന്തൊരു കഷ്ടമായത്. സത്യമ്മയോടല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോകണമെന്ന്. ഇനി നിങ്ങൾ ഓരോരുത്തോട്ടും പോവില്ല, നിങ്ങൾക്കിനി അമ്മയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സത്യമ്മേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണം. സത്യമ്മ അമ്മയൊന്ന് വിളിച്ചേ. ശബ്ദവും ബഹളവും കേട്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ അങ്ങോട്ട് വന്നിട്ട്, എന്തിനാ ഫാമേ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് കരയിക്കുന്നേ? അവരെ അവരുടെ അമ്മയുടെ അടുത്തോട്ട് വിട്. രാഘവേട്ടൻ ഇതിൽ ഇടപെടണ്ട. ആഹാ, എന്താ ഫാമേ ഈ പറയുന്നേ? പൊന്നി, ശാലിനി എന്തേ? അവിടെ രാവിലെ ജോലിക്ക് പോയോ? സത്യമാ, ദേഷ്യത്തോടെ പറയാം. ശാലിനി അങ്ങ് ചത്തു. ഇനി ഇവരെ ഞാനാ വളർത്താൻ പോകുന്നത്. നീ എന്തൊക്കെയാ ഫാമയെ വിളിച്ച് പറയുന്നത്? നീയും ശാലിനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും വെച്ചേ ഈ കൊച്ചുങ്ങളുടെ മുന്നിൽ വെച്ച് നീ എന്തൊക്കെയാ പറയുന്നത്? മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ അമ്മ ഇപ്പോൾ വരും. രാഘവേട്ട, ആ മുടിഞ്ഞവളുടെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. എൻ്റെ വിഷ്ണുവിൻ്റെ മക്കൾ അവളെ അമ്മയെന്ന് വിളിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫാമയെ പറയുന്നത്? അമ്മയല്ലാതാവുമോ? വിഷ്ണു അച്ഛനാണെങ്കിൽ ശാലിനി അമ്മയല്ലാതാവുമോ? അല്ല, അവൻ്റെ കാര്യത്തിൽ നീ കുറച്ച് പറയാറുണ്ടല്ലോ, പെറ്റ വയറിൻ്റെ സഹനീയത. നിനക്ക് ചിലപ്പോൾ ശാലിനിയോട് ദേഷ്യമൊക്കെ കണ്ടേക്ക്. പക്ഷേ അതെന്തിനാ കുട്ടികളുടെ അടുത്ത് കാണിക്കുന്നേ? രാഘവേട്ടൻ ഇതിൽ ഇടപെടണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു കുറവ് ഇവിടെ വരുത്തത്തില്ല. കണ്ണിലെ കൃഷ്ണമണി പോലല്ലേ ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇവരുടെ അമ്മയോടെ അടുത്താ ചായ്വ്. ഇവരെന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? ഫാമേ, അതിനുത്തരം ഒന്നേ ഉള്ളൂ. നീ അച്ചമ്മയാ, അച്ഛൻ്റെ അമ്മ. ശാലിനിയെ ഇവരെ പ്രസവിച്ച ഇവരുടെ സ്വന്തം അമ്മയാ. പെറ്റവയറിൻ്റെ സ്നേഹമൊക്കെ നീ പറയാറുണ്ടല്ലോ. അപ്പോൾ എത്രയൊക്കെ നീ ഇവരെ സ്നേഹിച്ചാലും ഇവരിൽ നിന്ന് ആ സ്നേഹം അത്രയും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയ്ക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സത്യം പപ്പയും സങ്കടത്തോടെ, അച്ചച്ച, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണം. നിങ്ങളുടെ അച്ചമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞെന്ന് കരുതി നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അച്ചച്ചനില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്തോട്ട് പോയാൽ മതി അച്ചാച്ച. പപ്പി, നീ ഒന്നും മിണ്ടാതിരുന്നേ. ഫാമേ, നീയാണ് ഇനി മിണ്ടാതിരിക്കേണ്ടത്. കുട്ടികൾ പറഞ്ഞത് നീ കേട്ടില്ലേ? അവർക്കിവിടെ നിൽക്കാൻ പോലും ഇഷ്ടമല്ലെന്ന്. അങ്ങനെയൊക്കെ ആക്കുന്ന ഫാമ തന്നെയാ. തല്ലിപ്പഴിപ്പിച്ച് ഉരുക്കിയെടുക്കുന്ന ഇരുമ്പൊക്കെയാ, അല്ലാതെ കൊച്ചുങ്ങളെ അല്ല. മക്കൾ വിഷമിക്കണ്ട, അമ്മ ജോലി കഴിഞ്ഞിട്ട് വരട്ടെ, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. മക്കളുമാർ സമാധാനത്തോടെ ഇനി സത്യമ്മ വഴക്ക് പറയാതെ അച്ചാച്ചൻ നോക്കിക്കോളാം കേട്ടോ. പൊന്നി, നീ കുഞ്ഞുങ്ങളെ അകത്ത് കൊണ്ടുപോയി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. വാ മക്കളെ എന്നും പറഞ്ഞ് പൊന്നി കൊണ്ടുപോകുമ്പോൾ പിള്ളേർ പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വന്നാൽ പോകുവേ. രണ്ടിനെയും ഞാൻ വിട്ടത് തന്നെ. ഈ വാതിൽ കടന്ന് പുറത്തോട്ട് ഇറങ്ങില്ല രണ്ടും. ഫാമേ, ഈ കുട്ടികളിപ്പം നിന്നെയൊന്നും പറയുന്നില്ല. അതെന്താണോ? നിന്നോടുള്ള ബഹുമാനം കൊണ്ടാ. കൂടുതൽ തല്ലുകയും വഴക്ക് കുറേയൊക്കെ ചെയ്താലുണ്ടല്ലോ അവർക്ക് നിന്നോടുള്ള ബഹുമാനം അങ്ങ് പോകും. അതിനുള്ള അവസരം ഇടവരുത്തുകയും ചെയ്യരുത്. അതിനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യരുത്. രാഘവേട്ട, സത്യങ്ങൾ അറിഞ്ഞാലേ ആ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം നിൽക്കത്തുള്ളൂ. രാഘവേട്ടൻ ചുമ്മാ അതും ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നേരത്തെ തന്നെ മാനസിക നില പകുതി തകർന്നിരിക്കുന്ന രാഘവേട്ടനോട് വിഷ്ണു മരിച്ചുപോയെന്ന കാര്യം പറയാൻ പറ്റുമോ സത്യാമ്മയ്ക്ക്? അതൊന്നും പറയാൻ വയ്യാതെ സത്യാമ്മ ഇങ്ങനെ ദേഷ്യവും സങ്കടവും കടിച്ചൊതുക്കി ഇങ്ങനെ കഴിയുവാണ്. ഈ സമയം കമലനും ശിവനും കൂടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ആ കുഞ്ഞിനെയും തള്ളയും തേടി നടക്കുക. പോലീസ് സ്റ്റേഷനിലൊരു കുഞ്ഞിനെയും തള്ളയും പിടിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ. ശാരികയുടെ കുഞ്ഞാണോന്നറിയാൻ ആ കുഞ്ഞിനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇവർ. അവരിങ്ങനെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് വരുമ്പോൾ ഒരു കടയുടെ വാതിക്കൽ ഒരു ഷീറ്റിലൊരു കുഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. ദാണ്ടാശനെ, കൊച്ചു ദോ കിടക്കുന്നത്. അങ്ങനെ ശിവനും കമലും പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ആ കൊച്ചിൻ്റെ അടുത്തോട്ട് വരിക. ഏതോ തമിഴരുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അടുത്തവ ചട്ടിയും കലമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വിൽക്കുന്നവരാണെന്നാണ് തോന്നുന്നത്. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു. അടുത്തുള്ള ചായക്കടയിൽ നിന്ന് അവർ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുക. ആശാനെ, അത് ആ കുഞ്ഞു തന്നെ. നീ ഉറപ്പിച്ചോടാ. ആ ഉറപ്പിച്ച്. ആശാനെ ആദ്യം കൊച്ചിനെ എടുക്കുക. അപ്പോൾ ആദ്യം ഓടി വരുന്ന ആരാണോ അവരായിരിക്കും ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും. എടാ കമല, നീ എന്നെ തല്ലുകൊല്ലിപ്പിക്കാനാണോടാ? അല്ല ആശാനെ, ആശാൻ കുഞ്ഞിനെ എടുക്ക്.
അങ്ങനെ ശിവൻ ആ കുഞ്ഞിനെ എടുത്ത് തോളിലോട്ട് ഇങ്ങനെ വെക്ക്. അയ്യോ എൻ്റെ കുളന്തേന്നും പറഞ്ഞാണ്ട് എൻ്റെ അമ്മ ഓടി വരുന്നുണ്ട്. പെട്ടെന്ന് അവർ ശിവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് മേടിച്ച്, അയ്യോ അത് നിങ്ങളുടെ കുഞ്ഞാണോ? അതെ. ആശാൻ ഇങ്ങോട്ട് മാറിക്ക്, ഈ കാര്യമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചിനെ എനിക്ക് കുറച്ച് നേരത്തേക്കൊന്ന് വേണമായിരുന്നു. ആശാൻ കണ്ടില്ലേ, ഇത്രയേ ഉള്ളു കാര്യം. ദാണ്ട് അപ്പോൾ കൊച്ചിൻ്റെ തള്ള വിളിച്ചു പോകാൻ നോക്കുന്നു. അയ്യോ ഓടി പറഞ്ഞേ, എൻ്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നേ. അപ്പോഴേക്കും ആളുകളും കൂടി അതിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. പട്ടാപ്പകൽ കൊച്ചിനെ പിടിക്കാൻ വന്നിരിക്കുന്നോടാ എന്നും പറഞ്ഞ് കമലിനൊരു ഇടി കിട്ടുന്നുണ്ട്. ശിവൻ പെട്ടെന്ന് അയാളെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ചേട്ടാ അവനെ ഒന്നും ചെയ്യല്ലേ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനാ. പെട്ടെന്ന് തൻ്റെ കമലം കുറച്ച് നോട്ടെടുത്ത് അയാളുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് പറയുന്നത്, 10 മിനിറ്റ് നേരത്തെ കൊച്ചിനെ ഇങ്ങോട്ട് തന്നാൽ ഇനി ഇതുപോലത്തെ നോട്ടുകൾ അങ്ങോട്ട് തരും. കാശിനോട് ആർത്തിയുള്ള തന്ത സമ്മതിക്കുന്നുമുണ്ട്. ശരി, കാശ് ഓക്കെ ആണെങ്കിൽ നമ്മളും ഓക്കെയാ. എന്നാൽ ഡബിൾ ഓക്കെയും ത്രിബിൾ ഓക്കെയൊക്കെ പറഞ്ഞ് അവർ സമ്മതിച്ചു കഴിഞ്ഞു. സത്യമോളെയും പപ്പിമോളെയും സ്കൂളിൽ വിടാൻ പൊന്നി അവരെ റെഡിയാക്കുക. ഞങ്ങളെ കൊണ്ടുപോകാൻ ശിവനെങ്കിൽ വരുമോ? ഇല്ല. പിന്നെ ആരാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? പൊന്നിയാൻ്റിയാണോ? ആ അതെ മക്കളെ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണോ പൊന്നിയാൻ്റി പോന്നെ? അറിയില്ല മക്കളെ, സത്യമ്മ പറയുന്ന പോലെ ചെയ്യാം. ഇതുവരെയും കാര്യങ്ങളൊന്നും രാഘവേട്ടൻ അറിഞ്ഞിട്ടില്ല. രാഘവേട്ടൻ സന്തോഷത്തോടെ പപ്പിമോടെയും സത്യമോടെയും എടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നു, ആഹാ മക്കളുമാർ സ്കൂളിൽ പോകാൻ റെഡിയായോ? അമ്മ എന്തേ? അമ്മയോടൊപ്പമാണോ നിങ്ങൾ പോന്നേ? അല്ല ചാച്ചാ, അതിന് സത്യാമ്മ ഞങ്ങളുടെ അമ്മയെ തല്ലി പുറത്താക്കിയിട്ട് വാതിലടച്ചില്ലയോ? പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ അമ്മയോടെ നിൽക്കുന്നത്? മക്കളുമാരെന്തോ പറയുന്നേ? അമ്മയെ തല്ലി പുറത്താക്കിയെന്നോ? ഞങ്ങളുടെ അമ്മയെ ഒരുപാട് തല്ലിയ ചാച്ചാ സത്യാമ്മ, ഒരുപാട് വഴക്കും പറഞ്ഞു. അമ്മ കരഞ്ഞോണ്ടാ പോയത്. എങ്ങോട്ട് അതറിയില്ല ചാച്ചാ. ഞങ്ങളുടെ അമ്മയെ തല്ലല്ലേന്ന് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു, പക്ഷെ സത്യാമ്മ കേട്ടില്ല. എന്താ പൊന്നി കുഞ്ഞുങ്ങൾ പറയുന്നതൊക്കെ? സാറ് വൈദ്യൻ്റെ അടുത്ത് പോയപ്പോഴായിരുന്നു സംഭവം. പിന്നെ സത്യാമ്മ പറഞ്ഞ് സാറിനോടൊന്നും പറയണ്ടെന്ന്. ഈ ഫാമിക്കിന് എന്ത് പറ്റി? വട്ടായോ? ഈ വഴക്കുമൊക്കെ നിർത്തി വെച്ചിരുന്നതായിരുന്നല്ലോ. അല്ല പൊന്നി, എന്താ ഇവിടെ ഉണ്ടായത്? എന്തിനാ ശാലിനിയെ ഫാമ തല്ലിയത്? ഈ കുട്ടികൾ പറയുന്നത് കേട്ടാൽ ഇവിടെ വലിയ വഴക്ക് നടന്ന പോലെ തോന്നുന്നല്ലോ. എന്താ പൊന്നി? അതൊക്കെ സത്യാമ്മയ്ക്കേ അറിയത്തുള്ളൂ. അല്ല ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്? വിഷ്ണുവിനെയും കാണുന്നില്ലല്ലോ. അവനാണല്ലോ വന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഫാമ ഇനി വഴക്ക് പറഞ്ഞ് അവനെ ഇറക്കി വിട്ടോ? ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്താ നടന്നതെന്ന് സത്യാമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയൂ. അങ്ങനെയാണ് ഇവിടെ വലിയ വഴക്ക് തന്നെ ആണല്ലോ നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആരോട് ചോദിച്ചാലോ സത്യാവസ്ഥ അറിയുന്നത്? വിഷ്ണുവിനെ തന്നെ വിളിക്കാം, അല്ലാതെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. കുറെ കാലം കൊണ്ട് വഴക്കമൊന്നും ഇല്ലാതിരുന്നതാ. പൊന്നി നിന്ന് മനസ്സിൽ പറയുക, ഈ വഴക്കിൻ്റെ കാര്യം യാതൊരു കാരണവശാലും രാഘവൻ സാർ അറിയരുതെന്നാണ് സത്യമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, അറിയുമ്പോഴറിയട്ടെ. ശാരിയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് തോന്നുന്നു. ഡോക്ടറും സിസ്റ്റേഴ്സും എല്ലാം അടുത്തുണ്ട്. ശാലിനിയും ശിവനും കമലനും ഒക്കെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ പുറത്ത് നിൽക്കുവാണ്. കുഞ്ഞിനെയും കൊണ്ട് തമിഴരും വന്നിട്ടുണ്ട്. ശാരിയുടെ അവസ്ഥ എന്തായെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ വാതൊക്കെ കാത്തു നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കുഞ്ഞ് ശാരികയുടേതാണെന്നെങ്കിൽ ശാരികയെ കാണിക്കുമോ? ശാരിക കുഞ്ഞിനെ തിരിച്ചറിയുമോ? അതിനു മുമ്പ് തന്നെ അഥവാ ശാരികയുടെ ജീവൻ പോകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ രാഘവേട്ടൻ വിഷ്ണു മരിച്ച കാര്യം അറിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സത്യാമ്മയ്ക്കത് പറയാനും വയ്യ. ശാലിനിയെ ഇനി സത്യാമ്മ അകത്ത് കയറ്റുമോ? രാഘവേട്ടൻ്റെ ശാരീരികാവസ്ഥ വെച്ചിട്ട് ഒരു പക്ഷേ സത്യാമ്മ ശാലിനിയെ അകത്ത് കയറ്റിയേക്കും. പതുക്കെ ശാലിനി സത്യാമ്മയോടുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് സത്യാമ്മയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നാളത്തെ റിവ്യൂ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.